ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പെസഹക്കാലം 5-ാം ഞായർ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. മുന്തിരിച്ചെടിയുടെ ഉപമയെക്കുറിച്ചാണ് യേശുനാഥൻ സംസാരിക്കുന്നത്. ഞാനാണ് സാക്ഷാൽ മുന്തിരിച്ചെടി, നിങ്ങൾ എൻ്റെ ശാഖകളാണ്. എന്നോട് ചേർന്ന് നിന്ന് ഫലം പുറപ്പെടുവിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കുന്നു. അപ്പോൾ മുന്തിരിച്ചെടിയായ യേശുനാഥൻ തന്നോട് ചേർന്ന് നിൽക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുകയാണ്. പഴയ നിയമത്തിൽ ഒത്തിരി ഇടങ്ങളിൽ ഇസ്രായേൽ ജനത്തെ ദൈവം മുന്തിരി തോട്ടത്തോടും മുന്തിരി ചെടിയോടുമാണ് ഉപമിച്ചിരിക്കുന്നതായി നമ്മൾ കാണുന്നത്. അപ്പോൾ അത് ദൈവത്തിന് ആ ഇസ്രായേലിനോടുള്ള സ്നേഹത്തിൻ്റെയും ഇസ്രായേലിനെ പരിചരിക്കുന്നതിൻ്റെയൊക്കെ അടയാളമാണ്. കാരണം ഒത്തിരിയേറെ പരിചരണം ആവശ്യമുള്ള ഒരു ചെടിയാണ് ഈ മുന്തിരി എന്ന് പറയുന്നത്. ചില അവസരങ്ങളിൽ മുന്തിരിക്ക് രക്തം വളമായി നൽകാറുണ്ട് എന്നും പറയാറുണ്ട്. അപ്പോൾ മാത്രമല്ല കൂടെ വേരുകെട്ടി സംരക്ഷിക്കുക, അതിനെ പ്രൂണിങ്, അതായത് വെട്ടി ഒരുക്കുക ഒക്കെ ചെയ്യണം. അപ്പോൾ ഒത്തിരി പരിചരണം ആവശ്യമുള്ള ഒരു ചെടിയായതുകൊണ്ടും ഒത്തിരി അധികം പ്രത്യേകത ഉള്ള ചെടിയായതുകൊണ്ടുമാണ് ഇസ്രായേലിനെ എപ്പോഴും മുന്തിരിച്ചെടിയായും മുന്തിരിത്തോട്ടമായും ഒക്കെ ദൈവം ഉപമിക്കുന്നത്. അപ്പോൾ ഇവിടെ യേശുനാഥനെയാണ് മുന്തിരിച്ചെടിയായി കരുതി വെക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫലം നൽകാത്ത മുന്തിരിച്ചെടിയാണ് വെട്ടിക്കളയുന്നത്. അപ്പോൾ ഇസ്രായേൽ പലപ്പോഴും ഫലം നൽകാൻ ദൈവം ആഗ്രഹിച്ച ഫലം എന്ന് പറയുന്നത് ദൈവത്തെ പോലെ ആവുക, അവർ വിശുദ്ധിയുള്ള ജനമാവുക, സ്നേഹമുള്ള ജനമാവുക എന്നൊക്കെയാണ്. എന്നാൽ എപ്പോഴൊക്കെ അവർ സ്നേഹിക്കാനും വിശുദ്ധിയോടെ ജീവിക്കാനും മറന്നുപോയോ അപ്പോഴൊക്കെ ഫലം നൽകാത്ത ചെടിയായി അവർ മാറി. അപ്പോൾ അങ്ങനെ അത് വെട്ടിക്കളയപ്പെട്ടു എന്നാണ്. അപ്പോൾ ഇസ്രായേലിന് ഫലം നൽകാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ കാരണം ഇസ്രായേലിന് തന്നിൽ തന്നെ ഫലം പുറപ്പെടുവിക്കാനുള്ള ശേഷിയില്ലാതെ പോയതുകൊണ്ടാണ്. അപ്പോൾ ദൈവം അതിന് ക്രൂധനാകുന്നില്ല. അവിടെയാണ് ദൈവം ഇടപെടുന്നത്. ക്രിസ്തുവിലൂടെ ദൈവം വീണ്ടും ഇടപെടുകയാണ്. ക്രിസ്തുവിനെ ദൈവം ഭൂമിയിലേക്ക് അയക്കുകയാണ്. യേശുനാഥൻ ഇവിടെ വന്നത് എല്ലാ മനുഷ്യരാശിയും സഹായിക്കാൻ വേണ്ടിയാണല്ലോ. അങ്ങനെ അവനാണ് യഥാർത്ഥ മുന്തിരിച്ചെടിയായി മാറുകയാണ്. നമുക്കറിയാം, ആദം മൂലം വന്ന പാപത്തിൻ്റെ കറകൾ കഴുകിക്കളയാൻ പുതിയ ആദമായ ക്രിസ്തുനാഥൻ പിറവിയെടുക്കുകയാണ്. അപ്പോൾ ഒരു മനുഷ്യനെന്ന നിലയിൽ ക്രിസ്തു മുന്തിരിച്ചെടിയായി മാറുകയാണ്. എല്ലാ മനുഷ്യരും മുന്തിരിച്ചെടിയാണ്, മുന്തിരിത്തോട്ടമാണ്. പക്ഷെ ഫലം നൽകാൻ സാധിക്കാതെ വരുമ്പോൾ ദൈവം തന്നെ മുന്തിരിത്തോട്ടമായി മുന്തിരിച്ചെടിയായി മാറുകയാണ്. ക്രിസ്തു അങ്ങനെ മുന്തിരിച്ചെടിയായി മാറുകയാണ്. നമ്മളെല്ലാം അവരിൽ ബന്ധിക്കപ്പെടുകയാണ്. കാരണം പുതിയ ആദം അവനാണ്. അവൻ വഴി നമുക്ക് രക്ഷയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കണം. അങ്ങനെ ക്രിസ്തുവാകുന്ന മുന്തിരിച്ചെടിയോട് ചേർന്ന് നിന്നാൽ നമുക്ക് ഫലം പുറപ്പെടുവിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, സാധാരണ നമ്മളാണ് മുന്തിരിച്ചെടി, പക്ഷെ ഫലം പുറപ്പെടുവിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അപ്പോൾ ഇവിടെ ക്രിസ്തു തന്നെ എല്ലാ അനുഗ്രഹങ്ങളും പേറുന്ന മുന്തിരിച്ചെടിയായി മാറുമ്പോൾ, അവൻ്റെ ശാഖകളായി നിൽക്കുമ്പോൾ നമുക്ക് ഫലം പുറപ്പെടുവിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അവനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്, ക്രിസ്തുവിൻ്റെതായി മാറുക എന്നുള്ളതാണ്. ക്രിസ്തുവാകുന്ന മുന്തിരിച്ചെടിയുടെ ശാഖകളാവുക. എങ്ങനെയാണ് ക്രിസ്തുവാകുന്ന മുന്തിരിച്ചെടിയുടെ ശാഖകളായി മാറുക? അവനോട് ചേർന്ന് നിന്ന് ഫലം പുറപ്പെടുവിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിൻ്റെതായി മാറുകയാണ്. അപ്പോൾ ഈ ഫലം പുറപ്പെടുവിക്കുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. അവിടെയാണ് ഈ ഉപമയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും വരുന്നത്. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അനുഗ്രഹം മാത്രം ലഭിക്കും എന്ന് കരുതുന്ന വിഡ്ഢികളാകാതിരിക്കുക. ഇന്ന് ലോകത്തെ അനുഗ്രഹത്തിൻ്റെ പേരും പറഞ്ഞ് വഞ്ചിക്കുന്ന മനുഷ്യർ ഒത്തിരി അധികം വരുന്നുണ്ട്. ദൈവത്തോട് ചേർന്ന് നിന്ന് അനുഗ്രഹം മാത്രമേ വരികയുള്ളൂ. അല്ല, ഈ മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം യേശുനാഥൻ പറയുന്നുണ്ട്. മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഫലം നൽകുന്നില്ലെങ്കിൽ അത് വെട്ടി തീയിലേക്ക് എറിയപ്പെടും. എന്നാൽ ഫലം നൽകുന്നതിന് വേണ്ടി വെട്ടി ഒരുക്കും എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരുക്കലാണ് ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലും ഉണ്ടാകുന്ന ചില സഹനങ്ങൾ. ക്രിസ്തുവും അങ്ങനെ ഒരുങ്ങിയവനാണ്. അവൻ്റെ പീഡാസഹനങ്ങളിലൂടെ, അവൻ്റെ മരണത്തിലൂടെ അവൻ വെട്ടി ഒരുക്കപ്പെട്ടത് ഈ ലോകത്തിന് അനേകം കൃപകളുടെ ഫലങ്ങൾ നൽകുന്നതിന് വേണ്ടിയാണ്, നിത്യജീവൻ്റെ ഫലം നൽകുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ഓരോ മനുഷ്യനും ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോഴും വെട്ടി ഒരുക്കൽ അവൻ്റെ ജീവിതത്തിലുണ്ടാവും. ആ വെട്ടി ഒരുക്കൽ ഉണ്ടാകുമ്പോൾ അതിനെ അവൻ സ്വീകരിക്കുന്നതനുസരിച്ചായിരിക്കും അവൻ്റെ ജീവിതത്തിൽ ഫലം ഉണ്ടാകുന്നത്. വീണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മുന്തിരിച്ചെടി ഒത്തിരി ഫലം ഉണ്ടാകുന്നതിന് വേണ്ടി അതിനെ വെട്ടി ഒരുക്കാറുണ്ട്, പ്രൂണിങ് നടത്താറുണ്ട്. പല ഭാഗങ്ങളും വെട്ടി ഒരുക്കുമ്പോൾ അവിടെ കൂടുതൽ ഫലങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇനി ഈ വെട്ടി ഒരുക്കുമ്പോൾ ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വെട്ടി ഒരുക്കുന്നത് അവന് വേണ്ടി മാത്രമല്ല എന്നും കൂടി ചിന്തിക്കണം. ചില മനുഷ്യരുടെ സഹനങ്ങളാണ് ജീവിതത്തിൽ മറ്റു മനുഷ്യരുടെ അനുഗ്രഹമായി മാറുന്നത്. അങ്ങനെ ഒത്തിരി അധികം ആളുകളുണ്ട്. അപ്പോൾ ഇവിടെയും ഈ ഫലം നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫലം എന്ന് പറയുന്നത് ചെടിയെ സംബന്ധിച്ച് ഫലം അത് ചെടിക്ക് ഉപയോഗിക്കാനുള്ളതല്ലല്ലോ. ഒരു തരത്തിൽ ചെടിക്ക് ഇത് ഗുണകരമായി മാറുന്നുണ്ട്. കാരണം ചെടിയുടെ വിത്ത് മറ്റുള്ളവർക്ക് മറ്റുള്ള ഇടങ്ങളിൽ എത്തിക്കാൻ ഈ ഫലം അനുഗ്രഹമാണ്. എന്നാൽ ഫലത്തിൻ്റെ യഥാർത്ഥത്തെ അവകാശി എന്ന് പറയുന്നത് മറ്റുള്ളവരാണ്. ഈ ഫലം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ചെടി കരുതി വെക്കുന്നത് കൂടെയാണ്.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന, ഞാൻ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലം അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറുകയും ചെയ്യണം. അതിനോടൊപ്പം എൻ്റെ നന്മകൾ എനിക്ക് വളർച്ച ഉണ്ടാക്കുന്നുണ്ട്. ഈ ചെടിയിൽ വിത്ത് പുതിയൊരു ചെടിയായി മാറുന്നത് പോലെ അനുഗ്രഹം എനിക്ക് നൽകുന്നുണ്ട്. എന്നാൽ ആ ഫലം മറ്റുള്ള മനുഷ്യർക്കും ഫലം ഉണ്ടാക്കണം. എന്നിൽ മാത്രം നിലനിൽക്കുന്ന ഫലത്തെക്കുറിച്ചല്ല ക്രിസ്തു പറയുന്നത്. അത് സ്വാർത്ഥതയെ മാറും. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ഓരോ ഫലവും മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറാനുള്ളവർ കൂടെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഞാൻ ഈ ചെടിയുടെ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ശാഖയായി മാറുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിലും വെട്ടിയൊരുക്കുകളൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഞാൻ ചിന്തിക്കേണ്ടത് അതൊക്കെ അനുഗ്രഹമായി മാറാനുള്ള വെട്ടിയൊരുക്കണം. ഒരു ഡോക്ടർ മാർക്കിനെ കുറിച്ചുള്ള ഒരു കഥ വളരെ ഈ ഉപമയുടെ വ്യക്തത നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്. ഒരു ഓണ്ടോളജിസ്റ്റാണ് ഡോക്ടർ മാർക്ക് എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹം ഹൃദ്രോഗ സംബന്ധമായ രോഗങ്ങളെ പരിചരിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം പെട്ടെന്നൊരു ദിവസം തൊട്ടടുത്തുള്ള സിറ്റിയിൽ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അദ്ദേഹം യാത്ര ചെയ്തത് ഫ്ലൈറ്റിലാണ്. എന്നാൽ ഫ്ലൈറ്റ് പെട്ടെന്ന് എമർജൻസി ലാൻഡ് ചെയ്യേണ്ടി വന്നു. ഫ്ലൈറ്റിന് എന്തൊക്കെ പ്രോബ്ലം ഉണ്ടായി, പെട്ടെന്ന് എമർജൻസി ലാൻഡ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത് കൊണ്ട് അദ്ദേഹം ഉടനെ ഒരു കാർ പിടിച്ചു പോവുകയാണ്. കാർ വഴിക്ക് വെച്ച് ബ്രേക്ക് ഡൗൺ ആവുകയാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം മറ്റൊരു വാഹനത്തിൽ സഹായത്തോടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ ശക്തമായ കാറ്റും മഴയും ഉണ്ടായി. ഒത്തിരി പ്രശ്നങ്ങളിൽപ്പെട്ട് അദ്ദേഹം ആ വണ്ടി മുന്നോട്ട് പോകാൻ സാധിക്കാതെ തൊട്ടടുത്തുള്ള ഒരു ചെറിയ കുടിലേക്ക് കയറി നിൽക്കേണ്ട അവസ്ഥ വന്നു. അപ്പോഴാണ് ആ വീടിനകത്തുള്ള വീട്ടമ്മ കതക് തുറന്ന് ഇദ്ദേഹത്തെ വീടിനകത്ത് ക്ഷണിച്ചിട്ട് പറഞ്ഞു, മഴയൊക്കെ മാറിയിട്ട് പോകാമെന്ന് പറഞ്ഞു. അദ്ദേഹം വീടിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. അദ്ദേഹം അവിടെ കയറിയിരുന്നപ്പോൾ ഈ വീട്ടമ്മ അദ്ദേഹത്തിന് ചായയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് വീട്ടമ്മ പറഞ്ഞു, നിങ്ങളിവിടെ ഇരിക്കണം, ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് വിശ്വാസവും പ്രാർത്ഥനയൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ വീട്ടമ്മ തൊട്ടടുത്തുള്ള ചെറിയൊരു തൊട്ടിലിൽ കിടത്തിയിരിക്കുന്ന കുഞ്ഞിൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണമെന്ന്. അപ്പോഴാണ് ഈ മനുഷ്യന് മനസ്സിലായി ഈ വീട്ടമ്മയ്ക്ക് എന്തോ സഹായം ആവശ്യമുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഈ വീട്ടമ്മയോട് അദ്ദേഹം ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് വിഷമങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ സഹായം ആർക്കാണോ കിട്ടുന്നത് അവരോട് പോകണം. അപ്പോൾ ഈ വീട്ടമ്മ പറഞ്ഞ കാര്യമാണ്, എൻ്റെ മകളെ സഹായിക്കാൻ പറ്റുന്നത് ഡോക്ടർ മാർക്കിന് മാത്രമാണ് എന്നാണ് ഞാൻ കേട്ടത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകാനുള്ള സാധ്യതകളൊന്നും എൻ്റെ കയ്യിലില്ല, പണമില്ല. അദ്ദേഹം ഞങ്ങളെ സഹായിക്കണമെങ്കിൽ ദൈവം മാത്രമേ ഞങ്ങൾക്ക് തുണയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ശക്തമായി പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഡോക്ടർ മാർക്കിൻ്റെ കണ്ണുകൾ നിറഞ്ഞ് കവിയുകയാണ്. ദൈവത്തിൽ വിശ്വസിക്കാതിരുന്ന ഡോക്ടറിൻ്റെ കണ്ണുകൾ തുറക്കപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹം ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങൾ. ഈ യാത്ര തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ ഫ്ലൈറ്റ് അത് പ്രോബ്ലം വന്നു, കാറ് നിന്നുപോയി, ശക്തമായ കാറ്റും മഴയൊക്കെ വിട്ട് അവസാനം അദ്ദേഹം ഈ വീട്ടിൽ വന്നെത്തിക്കുകയാണ്. ദൈവം ഈ ഡോക്ടർ മാർക്കിനെ ഈ വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു പ്രാർത്ഥനയുടെ ഫലമായി. അപ്പോൾ അദ്ദേഹത്തിനുണ്ടായ സഹനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഈ ഒരു കുടുംബത്തെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ദൈവം ഒരുക്കുകയായിരുന്നു. ഇത് തന്നെയാണ് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന മുന്തിരിച്ചെടികൾക്ക്, ആ ശാഖകൾക്കുണ്ടാകുന്ന വെട്ടി ഒരുക്കൽ എന്ന് പറയുന്നത്. ജീവിതത്തിലെ ചില സഹനങ്ങൾ, പ്രശ്നങ്ങൾ നമ്മൾ പോലും അറിയാത്ത രീതിയിൽ മറ്റുള്ളവർക്ക് ഫലമായി മാറേണ്ടതിനാണ്. അപ്പോൾ ഡോക്ടർ മാർക്ക് ആ കുട്ടിയെ സംരക്ഷിക്കാമെന്ന് നിൽക്കുകയും അവളുടെ ചികിത്സയുടെ തുടർ ക്രമീകരണങ്ങൾ ചെയ്യുക, കുട്ടിയെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈശോയും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഞാൻ ഫലം പുറപ്പെടുവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് ഞാൻ ഫലം പുറപ്പെടുവിക്കുന്നത് മറ്റു മനുഷ്യർക്ക് നന്മകൾ ഉണ്ടാകാൻ വേണ്ടിയാണ്. അപ്പോഴാണ് ഞാൻ ക്രിസ്തുവാകുന്ന മുന്തിരിച്ചയുടെ ശാഖയായി മാറുന്നത്. എൻ്റെ ജീവിതത്തിലെ സങ്കടങ്ങളുടെയും എൻ്റെ ജീവിതത്തിലെ ക്ലേശങ്ങളുടെയും നേരത്ത് ഞാൻ ഓർക്കേണ്ടത് ഇത് തന്നെയാണ്. ആർക്കോ ഞാൻ ഫലമായി മാറുന്നുണ്ട്. ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് സഹനങ്ങളിൽ ഞാൻ വീഴാതെ നിൽക്കുമ്പോഴാണ് ഇത് സാധിക്കുന്നത്. ഞാൻ ക്രിസ്തുവിൽ നിന്ന് മാറുമ്പോൾ ഞാൻ ഫലമില്ലാത്ത ശാഖയായി മാറും. അത് തീയിലേക്ക് എറിഞ്ഞ് നശിക്കപ്പെടാനേ അതിന് ഗുണമുണ്ടാവുകയുള്ളൂ. എന്നാൽ ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് ഞാൻ ഫലം പുറപ്പെടുവിക്കുമ്പോൾ ആ ഫലം മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള നന്മയാണെന്നുള്ള തിരിച്ചറിവ് കൂടെ ഉണ്ടാവണം. കാരണം ക്രിസ്തു സ്വയം സഹനങ്ങളൊക്കെ ഏറ്റെടുത്ത് ഇങ്ങനെ ഫലം പുറപ്പെടുവിച്ച് എനിക്ക് രക്ഷ നൽകിയവനാണ്. അവനോട് ചേർന്ന് നിൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നിന്നും ക്രിസ്തു ആവശ്യപ്പെടുന്നത് ഇത് തന്നെയാണ്. ഞാൻ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവനാകാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഫലം പുറപ്പെടുവിക്കുന്ന അവൻ്റെ ശാഖയായി മാറുക. അപ്പോൾ ക്രിസ്തു എന്നെ കുറിച്ച് സന്തോഷിക്കും. കാരണം ഞാൻ പുറപ്പെടുവിക്കുന്ന ഈ ഫലം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സഹനങ്ങളുടെയും സങ്കടങ്ങളുടെയൊക്കെ തുക കൂടെയാണ്. അവനാണല്ലോ ചെടി, അവനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഞാൻ ഫലം പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ ഈ ഒരു വചനം ധ്യാനിക്കുമ്പോൾ ക്രിസ്തുവിനെ പോലെ ഫലം പുറപ്പെടുവിക്കുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി ഫലം പുറപ്പെടുവിക്കുന്ന മുന്തിരിച്ചെടിയുടെ ശാഖയുമാനുള്ള കൃപ എനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുക. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.